മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2024 ജൂലൈ 8-ാം തീയതി രാഹു രേവതി നക്ഷത്രത്തിൽ നിന്നും ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. 2025 മാർച്ച് 16-ാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും. രാഹുവിൻ്റെ മിത്രഗ്രഹമാണ് ശനി. രാഹു ശനിയുടെ മാതിരിയാണ് ഫലങ്ങൾ നൽകുന്നത് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ശനിയുടെ നക്ഷത്രത്തിൽ രാഹു വളരെയധികം ബലവാനായിരിക്കും. ഉത്രട്ടാതി ഒരു ശുഭനക്ഷത്രമാണ്. ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്ന നക്ഷത്രമാണിത്. രാഹുവും അതേമാതിരി പരിവർത്തനങ്ങൾ വരുത്തുന്ന ഗ്രഹമാണ്. രാഹുവും ശനിയും പാപഗ്രഹങ്ങളുടെ ശ്രേണിയിലാണ് ഉള്ളത്. ഇപ്പോൾ ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതിയിലാണ്. ഈ രണ്ട് നക്ഷത്രങ്ങളും ശുഭഫലങ്ങൾ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ രാഹുവും ശനിയും ശുഭഫലങ്ങൾ നൽകുവാനാണ് കൂടുതൽ സാധ്യത. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. രാഹു നിങ്ങളുടെ ജാതകത്തിൽ ശുഭസ്ഥിതിയിലാണോ അശുഭസ്ഥിതിയിലാണോ എന്നുള്ളതനുസരിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത്. രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അശുഭസ്ഥിതിയിലാണ് രാഹുവെങ്കിൽ നേരെ മറിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത്. രാഹുർദശയുള്ളവർ വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. രാഹുപ്രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. നിത്യവും രാത്രിയിൽ രാഹുവിൻ്റെ ബീജമന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് രാഹുപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ഈ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വീട്ടിലും പരിസരത്തും ആക്രി സാധനങ്ങൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഇനി രാഹുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. രാഹു നിങ്ങളുടെ 4-ാം ഭാവത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. ഇത് കേന്ദ്രസ്ഥാനമാണ്. കേന്ദ്രസ്ഥാനത്ത് രാഹു തനിയെ നിൽക്കുമ്പോൾ രാജയോഗ തുല്യമായ ഫലങ്ങൾ നൽകും എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ജാതകത്തിൽ രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഇത് ഉറപ്പാണ്. 4-ാം ഭാവം സുഖസ്ഥാനമാണ്. ഇത് ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം, മാതാവ്, രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ രാഹു ലാഭസ്ഥിതികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതുപോലെ പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളും മറ്റുമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതുമായിരിക്കും. പുതിയ വീട് വാങ്ങാനോ അതല്ലെങ്കിൽ പഴയ വീടിൻ്റെ റിപ്പയറിങ്ങോ മറ്റും ചെയ്യുന്നതായിരിക്കും. ട്രാൻസ്പോർട്ട്, ടൂർസ് ആൻഡ് ട്രാവൽ എന്നീ ഫീൽഡിലുള്ളവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും. TV, ഫ്രിഡ്ജ്, എയർ കണ്ടീഷണർ, കാർ, ജ്വല്ലറി തുടങ്ങിയ ലക്ഷറി ഐറ്റംസ് വാങ്ങുന്നതായിരിക്കും. മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. മാതാവിൻ്റെ സഹായ സഹകരണങ്ങളും അനുഗ്രഹങ്ങളും എല്ലാ കാര്യത്തിലും ലഭിക്കുന്നതായിരിക്കും. രാഷ്ട്രീയത്തിലുള്ളവർക്ക് നിങ്ങളുടെ മേൽ എന്തെങ്കിലും ആരോപണങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതും ക്ലീൻ ചിറ്റ് ലഭിക്കുന്നതുമായിരിക്കും. അത് കാരണം പൊതുജനപ്രീതി വർദ്ധിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. രാഹുവിൻ്റെ 5-ാം ദൃഷ്ടി 8-ാം ഭാവത്തിലും 7-ാം ദൃഷ്ടി 10-ാം ഭാവത്തിലും 9-ാം ദൃഷ്ടി 12-ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. രാഹുവിൻ്റെ ദൃഷ്ടി 8-ാം ഭാവത്തിൽ പതിക്കുന്നത് നിങ്ങൾക്ക് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. എങ്കിലും 1-ാം ഭാവാധിപൻ ഗുരു രോഗസ്ഥാനത്ത് ശുഭസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ സീരിയസായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. സമയത്ത് വൈദ്യോപദേശം തേടി മരുന്നുകൾ കഴിച്ചാൽ സ്ഥിതി സാമാന്യമാകുന്നതായിരിക്കും.
ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതാണ്. രാഹുവിൻ്റെ 7ാം ദൃഷ്ടി 10ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ഇത് കർമ്മമേഖല വികസിപ്പിക്കുവാനും പുരോഗതികൾ വരുവാനും ഇടയാക്കുന്നതായിരിക്കും. കരിയറിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ്. അതുപോലെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കൂടിയ ശമ്പളത്തോടു കൂടി ജോബ് ലഭിക്കുവാനും സാധ്യതകളുണ്ട്. ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് നല്ല ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഓഫീസിൽ ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. വ്യാപാരി വ്യവസായികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും. കച്ചവടത്തിൽ ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതും വരുമാനം വർദ്ധിക്കുന്നതും ആയിരിക്കും. ഈ സമയത്ത് നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം ഉണ്ടാകുന്നതാണ്. ചെറിയ ചെറിയ കച്ചവടങ്ങളും തൊഴിലുകളും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനവുണ്ടാകും. ബ്ലോക്കായി കിടക്കുന്ന പേയ്മെൻറ്റുകളും മറ്റും റിലീസാകുന്നതുമായിരിക്കും. രാഹുവിൻ്റെ 9ാം ദൃഷ്ടി പതിക്കുന്നത് 12ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. പക്ഷേ അതിൽ കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. വാഹനം, പ്രോപ്പർട്ടി, ലക്ഷറി ഐറ്റംസ് വാങ്ങാനോ നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനോ സാധിക്കും. കൂടുതലും ചിലവാക്കുന്നത് ഇതിനു വേണ്ടിയുമായിരിക്കും. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഇതാണ് രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.